നടന്നു പോണുണ്ട് അതിനങ്ങോട്ട് ഇങ്ങനെ പോണ്ട്. എന്താ കുട്ടികളെ കളിയാക്കുക? അവിടെ പോയി മാറണം കേട്ടോ. നല്ല പാമ്പുണ്ടാവും. കൂടുതലായ പോരൂലേക്ക നിർത്തി നിർത്തി. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സായാഹ്നത്തിലെടുത്ത വീഡിയോസാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇത് നേരം വെളുത്തപ്പോൾ ഞാൻ ചോറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വെള്ളം അടുപ്പത്ത് വെച്ചിക്കണ്. വെള്ളം തിളച്ചപ്പോൾ തന്നെ അരി ഇട്ട്, അത് വേഗം റേഷൻ അരിയല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അത് ഊറ്റിയിട്ട് ഇന്ന് ഉള്ളിയും കിഴങ്ങും ഒക്കെ ഒരു കറി ഉണ്ടാക്കണം. പിന്നെ കുറേ അച്ചാറിടാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറേ കായൊക്കെ വറുത്ത് പൊടിക്കാനും അതിനൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് വെന്തപ്പോൾ തന്നെ ചോറ് ഊറ്റിട്ടോ. അപ്പോൾ ഇന്ന് സീയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സീയപ്പത്തിന് കറിയുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ലൈവായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് പ്ലേ ബട്ടനൊക്കെ കിട്ടിയിട്ടില്ല. ഒരു സന്തോഷം നിങ്ങളോട് എല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 1,00,000 സബ്സ്ക്രൈബ് ആയതിനു ശേഷമാണ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ 1,11,000 സംതിങ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം.
നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ആ ഒരു താങ്ക്സ് നിങ്ങളെല്ലാവരും കൂടി അറിയിക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കഞ്ഞിവെള്ളം കളയാതെ കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളം എടുത്തേക്കാം കേട്ടോ. മഴയൊക്കെ പെയ്യുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ കുടിക്കാമല്ലോ. ഉള്ളിയും കിഴങ്ങാണെങ്കിൽ ചാറുണ്ടാക്കാൻ നാളികേരം അരച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചോറൊക്കെ വന്ന് ഊറ്റിയപ്പോൾ ഞാനിതാ കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ അടുപ്പിലൂടുമ്പോൾ വെണ്ണീറൊക്കെ ഇങ്ങനെ പാറില്ലേ. മഴയാണെങ്കിലും വിറക് റബ്ബറായതുകൊണ്ട് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ്, പച്ചമുളകും തക്കാളിയൊക്കെ കീറിയിട്ടിട്ടാണ് ഉള്ളിയും കിഴങ്ങും കറി ഉണ്ടാക്കണത്. ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെന്തിട്ട് ഇതിലേക്ക് നാളികേരം അരച്ച് പോരും. അപ്പോൾ ഞാൻ നാളികേരത്തിൽ 2 മണി പെരുംജീരകം ഇടും കേട്ടോ. നാളികേരം അരക്കുമ്പോൾ നല്ല ജീരകം അല്ല ഇടുക, ചെറിയ ഉള്ളിപ്പൊണി ഒരു ചെറിയൊരു കുഞ്ഞു വെളുത്തുള്ളിപ്പൊണിയൊക്കെ ഇട്ട് നാളികേരം നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഉപ്പിട്ട് വേവിക്കണം കേട്ടോ, എന്നാലും കിഴങ്ങിലൊക്കെ ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോഴാണ് ഉപ്പിട്ടത്. കുഴപ്പമില്ല, ഉപ്പ് എന്നാലും അതിൽ പിടിച്ചോ. എന്നിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് നാളികേരം ഒഴിച്ച് പിന്നെ വേണമെങ്കിൽ ഒന്ന് തൂമിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ചാറ് റെഡിയായി, ചോറ് റെഡിയായി. അപ്പോൾ ഒന്ന് ഉണക്കലാണ് പൊരിക്കുന്നത്. അപ്പോൾ ഉണക്കലിൻ്റെ കൂടെ ഞാൻ പച്ചമുളകും പൊരിക്കും കേട്ടോ. പച്ചമുളക് ഉപ്പിട്ടിട്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും അതൊക്കെ ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ല, എനിക്കിവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പൊരിച്ചാൽ. അപ്പോൾ ഇതാ നമ്മളെ എന്താ പറയുക, മഷാല്ല തറപ്പണികളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അടുക്കളപ്പണി ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം മുളക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണ്. മത്തിയാണ് കേട്ടോ പൊരിക്കുന്നത്. മത്തി പൊരിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അത് വെന്തിട്ട് മുളകും കൂടെ പൊരിച്ചെടുക്കും. മത്തിൻ്റെ കൂടെ മുളകിട്ട് അങ്ങനെയും പൊരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മത്തിൻ്റെ കൂടെ മുളകും മത്തിയും കൂടെ ഒന്നിച്ചിട്ട് കണ്ടാണ് പൊരിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഉണക്കമത്തിയൊക്കെ നമ്മൾ നല്ലോണം കുറേ സമയം വെള്ളത്തിലിട്ട് ഉപ്പ് കുതിർത്ത് കളഞ്ഞിട്ട് വേണം പൊരിക്കാൻ. നല്ല ഉപ്പാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് നല്ലോണം കഴിച്ചാൽ പ്രഷറൊക്കെ ഉണ്ടാവില്ലേ, ആ അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പേടിയാണ്. പ്രഷറും ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശാരീരികമായിട്ട് നമ്മളെല്ലാ ഒരു അവസ്ഥയിലും നമ്മൾ തളർന്നു പോകുന്ന അസുഖമാണ്. എന്നും സ്ഥിരമായിട്ട് ഗുളിയും കഴിക്കേണ്ടി വരും. എന്നാൽ പിന്നെ പേടിയില്ലാത്തൊരു അസുഖമാണെന്ന് പറയാം. ഭക്ഷണം നിയന്ത്രിച്ചാൽ പേടിയില്ലാത്തൊരു അസുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുളക് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ചട്ടിയിലിട്ടപ്പോൾ തന്നെ നല്ല കാറലും തുമ്മാൻ വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം മുരിച്ച് മീനും പച്ചമുളകും നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചോർക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്നെന്ന് പറയുന്നത് ആ ഒരു കറിയും ഇതുമാണ് കേട്ടോ. സ്പെഷ്യലി അറിയാൻ വേറെ ഒന്നുമില്ല, ഇത് തന്നെ ധാരാളം. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി. ഇത്രയും ഭക്ഷണം നമുക്ക് തന്നില്ല, അതിന് പഠിച്ചവനോട് നന്ദി പറയാം. നിങ്ങൾക്കൊക്കെ എന്താണ് കറി? എല്ലാവർക്കും സുഖമാണോ? അവിടെ ഇപ്പോൾ മഴയൊക്കെ എങ്ങനെയാണ്? നല്ല മഴ ഉണ്ടോ? മഴ കുറഞ്ഞോ? ചിലയിടങ്ങളിൽ നല്ല മഴ ഉണ്ട്, ചിലയിടങ്ങളിൽ മഴ ഇല്ല, അങ്ങനെയൊക്കെയാണ്. മഴ പെയ്താലും നമുക്ക് പേടിയാണ്, പെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പേടിയാണ്. തീരെ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേനലിക്ക് വെള്ളം ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതാ ഞാൻ സാമ്പാർക്കും അതുപോലെ അച്ചാർക്കും ഒക്കെ കായം പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിക്കലാണ് കേട്ടോ. കായം പൊടി വാങ്ങാതെ നമ്മളിങ്ങനെ വലിയ കട്ടക്കായം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നല്ലെണ്ണയിൽ പൊരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ടിന്നിലിട്ട് പൊടി സൂക്ഷിച്ചാൽ നമുക്ക് നല്ല കായം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടി കായം ഞാൻ പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നല്ലോണം പൊടിച്ചൊരു ടിന്നിലിട്ട് സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇത് സാമ്പാർക്കായാലും അച്ചാർക്കായാലും ഈ കായം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ എണ്ണ എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ അച്ചാറിടുമ്പോൾ ആ അച്ചാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ എടുക്കും കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിൽ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് അച്ചാറിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എണ്ണ വാർന്നുകൊണ്ട് കായം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയാണ് കായം 1-2 കട്ടക്കായം വാങ്ങിയിട്ട് ഇങ്ങനെ പൊടിച്ച് സൂക്ഷിച്ച് വെക്കലാണ്. അച്ചാർക്കൊക്കെ ഇതിട്ടാലാണ് ടേസ്റ്റ്. അതുപോലെ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും ഇതിട്ടാൽ തന്നെ ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ കുപ്പിയിൽ വാങ്ങണ കായ ഉണ്ടല്ലോ, റെഡിമെയ്ഡ് പീടിയിൽ നിന്ന് വാങ്ങണേ, അതിലേറെ നല്ല ടേസ്റ്റ് ഈ ഇങ്ങനെ ഉപയോഗിക്കണാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങിയിട്ട് കായം പൊടിച്ച് സൂക്ഷിച്ച് ഇത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറേ
ഉപയോഗിച്ചാലും കായത്തിൻ്റെ സ്മെല്ല് വല്ലാണ്ട് ഉണ്ടാവില്ല. ഇതാകുമ്പോൾ ചെറിയൊരു കഷ്ണം പൊടി ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടെ കായുണ്ട്, അത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്താ കുറേ ദിവസത്തിനാവും, ഒരു വർഷമൊക്കെ വേണമെങ്കിൽ ഇത് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സാമ്പാർ കൂടെ ഉണ്ടാക്കണം എന്നുണ്ട്.